നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിൽ നടന്ന LDC മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസറും അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണന ക്രമം ഏതെന്നാണ്, അതായത് നടന്ന വർഷത്തിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം, ചരിത്രപ്രസിദ്ധമായ 4 സംഭവങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യം നടന്നത് ചാന്നാർ ലഹള 1859. അതിനുശേഷം ഏതാണ്? മലബാർ കലാപം 1921. മലബാർ കലാപം നടന്നതെന്നാണ് 1921. അടുത്തത് വൈക്കം സത്യാഗ്രഹം 1924. വൈക്കം സത്യാഗ്രഹം 1924. ക്ഷേത്രപ്രവേശന വിളംബരം 1936. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, മലബാർ കലാപം നടന്ന വർഷം 1921, ചാന്നാർ ലഹള നടന്ന വർഷം 1859. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ട് കാലഗണനാക്രമത്തിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? ആദ്യം നടന്നത് ചാന്നാർ ലഹള 1859. അതിനുശേഷം മലബാർ കലാപം 1921. അതിനുശേഷം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1924. 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. അതിനുശേഷം നടന്നത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം 1936. 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ക്ഷേത്രപ്രവേശനം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഇതിൻ്റെ ഉത്തരം ഏതാണ്? 1, 3, 4 ശരിയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നതെന്നാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇങ്ങനെ ആഹ്വാനം ചെയ്തതാരാണ്? ഗാന്ധിജി. ഗാന്ധിജിയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ചെയ്തത്. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന വർഷം ഏതാണ്? 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് ദുരന്തം സംഭവിച്ചത്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നിരുന്നു. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച്. അപ്പോൾ എവിടെ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത്? ലണ്ടനിൽ വെച്ച്. ലണ്ടനിൽ വെച്ച്. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ്? അതെ, 1930 നവംബർ 12. 1930 നവംബർ 12 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ്? 1931 സെപ്റ്റംബർ. 1931 സെപ്റ്റംബറിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. അപ്പോൾ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ്?
1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ മൂന്നാം വട്ടമേശ സമ്മേളനം. അപ്പോൾ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? തേജ് ബഹാദൂർ സപ്രുവും അംബേദ്കറും. തേജ് ബഹാദൂർ സപ്രുവും അംബേദ്കറുമാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തികൾ. ഇതിൽ തേജ് ബഹാദൂർ സപ്രു PSC പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നതെന്നാണ് 1919 ഏപ്രിൽ 13. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഏത് സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരം. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച്. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും നടന്നത് ലണ്ടനിൽ വെച്ച്. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? തേജ് ബഹാദൂർ സപ്രുവും അംബേദ്കറും. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? അപ്പോൾ നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം 2ഉം 5ഉമാണ്. ഇതിൻ്റെ ആസ്ഥാനം ജനീവ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ജനീവയല്ല, നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയം, ബ്രസൽസ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം. അപ്പോൾ നാറ്റോയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നാറ്റോ സ്ഥാപിതമായതെന്നാണ് 1949 ഏപ്രിൽ 4. 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ സ്ഥാപിതമായത്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ് അവസാനമായി നാറ്റോയിൽ അംഗമായ രാജ്യം. സ്വീഡൻ നാറ്റോയിൽ അംഗമായ വർഷം ഏതാണ്? 2024 മാർച്ച് 7-നാണ് സ്വീഡൻ നാറ്റോയിൽ അംഗമായത്. ഇതിൽ മറ്റൊരു ഓപ്ഷനായി കൊടുത്തേക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണെന്നാണ്. അതല്ല, ഒരുപാട് കാരണങ്ങളുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്, അത് നമ്മളിവിടെ നോക്കുന്നില്ല. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഇവിടെ ഉത്തരത്തിൽ 2ഉം 4ഉമാണ് നാറ്റോയുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ 1949 ഏപ്രിൽ 4-നാണ് നാറ്റോ സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. 2024 മാർച്ചിലാണ് സ്വീഡൻ നാറ്റോയിൽ അംഗമായത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതെന്നാണ്? റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബ്, ഏപ്രിൽ തിസിസ് VI ലെനിൻ, സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ, ലോങ് മാർച്ച് മാവോ സേ തൂങ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും ബുക്കുകളിലും ആരൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ മൂന്നാമത്തേതാണ് തെറ്റ്. സ്പിരിറ്റ് ഓഫ് ലോ എന്നുള്ളത് മോണ്ടെസ്ക്യൂവിൻ്റെ പുസ്തകമാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി നോക്കാം. റോബസ്പിയർ ജാക്കോബിയൻ ക്ലബ്ബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏപ്രിൽ തിസിസുമായി ബന്ധപ്പെട്ടത് VI ലെനിനാണ്. സ്പിരിറ്റ് ഓഫ് ലോ എന്നുള്ളത് വോൾട്ടയറിൻ്റെ പുസ്തകമാണ്. ലോങ് മാർച്ച് നടത്തിയത് ആരാണ്? മാവോ സേ തൂങ് ആണ്. ലോങ് മാർച്ച് നടന്ന വർഷം ഏതാണ്? 1934 ഒക്ടോബർ മുതൽ 1935 ഒക്ടോബർ വരെയാണ് ലോങ് മാർച്ച് നടന്നത്. എവിടെയാണ് ലോങ് മാർച്ച് നടന്നത്? ചൈനയിൽ. ആരായിരുന്നു ലോങ് മാർച്ചിൻ്റെ നേതാവ്? മാവോ സേ തൂങ് ആണ് ചൈനയിൽ ലോങ് മാർച്ച് നടത്തിയത്. 1934 മുതൽ 1935 വരെ, കറക്റ്റായി പറഞ്ഞാൽ 1934 ഒക്ടോബർ മുതൽ 1935 ഒക്ടോബർ വരെയാണ് ലോങ് മാർച്ച് നടന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? 1. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഇവയെല്ലാം ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടതാരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇദ്ദേഹം മരിച്ച വർഷം ഏതാണ്? 1988 ജനുവരി 20 ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ
അന്തരിച്ചത്. 1987 ഇദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് A to Z എല്ലാ വിവരങ്ങളും അറിഞ്ഞാൽ മാത്രമേ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. LDയുടെ ഒക്കെ ക്വസ്റ്റ്യനൊക്കെ വളരെ വൈഡ് റേഞ്ചിലായിട്ടുണ്ട് കാര്യങ്ങൾ. എല്ലാവരും വളരെ വിശദമായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഇവയെല്ലാം ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത് എന്നാണ്. ഇത് രൂപീകരിച്ചത് 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 3, 4 ശരിയായ പ്രസ്താവന. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലല്ല, ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫസൽ അലി കമ്മീഷനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇത് രൂപീകരിച്ചത് 1953 ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഈ കമ്മീഷനിൽ ഒരു മലയാളി അംഗം കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ആരാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരും ഫസൽ അലി കമ്മീഷൻ അല്ലെങ്കിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമായിരുന്നു. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയേത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് രൂപീകരിച്ചതെന്നാണ്? 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ്? 1953 പലതവണ പറഞ്ഞു പഠിക്കുക. ഈ ചോദ്യങ്ങളൊക്കെ എത്ര തവണ മുൻപ് ചോദിച്ചിട്ടുണ്ടെന്ന് PSCക്ക് പോലും അറിയത്തില്ല. അതുപോലെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് രൂപീകരിച്ചതെന്നാണ്? 1953. ഇത് ഫസൽ അലി കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഫസൽ അലി, HN കുൻസ്രു പിന്നെ സർദാർ KM പണിക്കരും ഇതിൽ അംഗങ്ങളായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് സത്യാഗ്രഹം ഇരുന്ന് മരിച്ച വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്രാപ്രദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിയായ വ്യക്തി. പോറ്റി ശ്രീരാമലു. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരുതരം അവസാദശിലയാണ്. അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന 1, 3 അതായത് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി. ട്രോപ്പോസ്ഫിയർ. നിങ്ങൾ ഈ ട്രോപ്പിക്കൽ ഗാർഡൻസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അതെ, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകം തന്നെയാണ്. അപ്പോൾ ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണെന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഗ്രാനൈറ്റ് അവസാദശിലയല്ല, ഗ്രാനൈറ്റ് ആഗ്നേയശിലയാണ്. ആഗ്നേയശിലകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ മാഗ്മ പുറത്തു
വന്ന് ഉറഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അങ്ങനത്തെ ഒരു ആഗ്നേയ ശിലയാണ് ഗ്രാനൈറ്റ്. അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അതിനുശേഷം എന്തു പേരിൽ അറിയപ്പെടുന്നു? ഗംഗാ നദി എന്ന് അറിയപ്പെടുന്നു. അളകനന്ദയും ഭാഗീരഥിയും ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്ന ശേഷം ഗംഗാ നദി എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നായിരുന്നു ചോദ്യം. അതിൽ 1ഉം 3ഉം ആയിരുന്നു തെറ്റായ ഉത്തരം. അപ്പോൾ ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയെന്നാണ് കൊടുത്തിരുന്നത്. ഗ്രാനൈറ്റ് അവസാദ ശിലയല്ല, ഗ്രാനൈറ്റ് ഒരു ആഗ്നേയ ശിലയാണ്. ഗ്രാനൈറ്റ് എന്ത് ശിലയാണ്? ആഗ്നേയ ശില. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്ന് കൊടുത്തിരുന്നു. സ്ട്രാറ്റോസ്ഫിയർ അല്ല, ട്രോപ്പോസ്ഫിയർ ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അത് ശരിയാണ്. കൂടിച്ചേർന്നതിന് ശേഷം ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതെന്നുള്ളതാണ്. ഇന്ത്യൻ സമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? ഗുൾഹാസ് പ്രവാഹം. ഗുൾഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. അപ്പോൾ ഏതാണ്? ഗുൾഹാസ് പ്രവാഹം. അപ്പോൾ ബംഗ്വേല പ്രവാഹം എവിടുത്തെയാണ്? സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലെ സമുദ്രജല പ്രവാഹമാണ് ബംഗ്വേല പ്രവാഹം. ബംഗ്വേല പ്രവാഹം ഈസ് ബിലോങ്സ് ടു സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ബംഗ്വേല പ്രവാഹം ഉള്ളത്. ഗൾഫ് സ്ട്രീം ഉള്ളത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. അപ്പോൾ ഗൾഫ് സ്ട്രീം എവിടെയാണ്? നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഗൾഫ് സ്ട്രീം ബിലോങ്സ് ടു നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ കുറോഷിവോ പ്രവാഹമോ നോർത്ത് പസഫിക് ഓഷ്യൻ ബേസിനുകളിലാണ്. അപ്പോൾ കുറോഷിവോ പ്രവാഹം എവിടെയാണ്? നോർത്ത് പസഫിക് ഓഷ്യൻ ബേസിനുകളിലാണ് കുറോഷിവോ പ്രവാഹം. അപ്പോൾ ഗുൾഹാസ് പ്രവാഹമോ? ഗുൾഹാസ് പ്രവാഹം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ്. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ഗുൾഹാസ് പ്രവാഹം. ഗുൾഹാസ് പ്രവാഹമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം. ബംഗ്വേല പ്രവാഹം സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. കുറോഷിവോ പ്രവാഹം നോർത്ത് പസഫിക് ഓഷ്യൻ ബേസിൻ. ഗൾഫ് സ്ട്രീം നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഗൾഫ് സ്ട്രീം നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. പല തവണ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഇതിലെ തെറ്റായ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? തെറ്റായ ഉത്തരങ്ങൾ തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ആണവോർജ്ജ നിലയമാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? അഹമ്മദാബാദ് അല്ല, ഗാന്ധിനഗറാണ് ഗുജറാത്തിന്റെ തലസ്ഥാനം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിൻ്റെയും തലസ്ഥാനം നിങ്ങൾ പഠിച്ചേ ഒക്കുള്ളൂ. കണ്ടില്ലേ ക്വസ്റ്റ്യൻ വന്നത്? അപ്പോൾ ഗുജറാത്തിന്റെ തലസ്ഥാനം ഏതാണ്? ഗാന്ധിനഗർ. ഗാന്ധിനഗർ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂറാണ് മുമ്പിലായി നിൽക്കുന്നത്? 5.5 മണിക്കൂർ. 5.5 മണിക്കൂർ മുൻപിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ PSC മുൻപ് ചോദിച്ചിട്ടുണ്ട്. സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ്. സത്ലജ് ഏതിന്റെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവനകൾ 1ഉം 4ഉം, തെറ്റായ പ്രസ്താവനകൾ 2ഉം 3ഉമാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. തെറ്റായ ഓപ്ഷൻ. അവിടെ സ്ഥിതി ചെയ്യുന്നത് ആണവ നിലയമാണ്. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്. തെറ്റായ ഓപ്ഷൻ. ഗുജറാത്തിന്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദി തന്നെയാണ്.
ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹാരിക്കെയിൻ. ഹാരിക്കെയിൻ എന്നാണ് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത്. അറ്റ്ലാന്റിക് മേഖലയിൽ ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഹാരിക്കെയിൻ. ഹാരിക്കെയിൻ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതാണ്? നാഷണൽ വാട്ടർവേസ് 3 അല്ലെങ്കിൽ NW3. NW3. അപ്പോൾ NW1 എവിടെ മുതൽ എവിടെ വരെയാണ്? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് നാഷണൽ വാട്ടർവേസ് 1 സ്ഥിതി ചെയ്യുന്നത്. NW2 ധൂബ്രി മുതൽ സാദിയ വരെ, ധൂബ്രി ടു സാദിയ. NW4 കാക്കിനഡ പുതുച്ചേരി, കാക്കിനഡ ടു പുതുച്ചേരിയാണ് NW4. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? NW3. NW3 ആണ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ജലപാത അറിയപ്പെടുന്നത്. അപ്പോൾ NW1 എന്താണ്? അലഹബാദ് ടു ഹാൽഡിയ ഗംഗാ റിവർ. NW2 ഏതാണ്? ധൂബ്രി ടു സാദിയ, ധൂബ്രി ടു സാദിയ ബ്രഹ്മപുത്ര. NW4 ഏതാണ്? കാക്കിനഡ പുതുച്ചേരി, കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് NW4 സ്ഥിതി ചെയ്യുന്നത്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമേതാണ്? സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷൻ. ഉത്തരം ശരിയാണ്. 2 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. തെറ്റ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റിയാണ്. ശരി ഉത്തരം. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. തെറ്റ്. 1947 ഓഗസ്റ്റ് 29 ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതെന്നുള്ളതാണ് ചോദ്യം. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇന്ത്യൻ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഭരണഘടന അംഗീകാരം നൽകിയത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അല്ല. 7 അംഗങ്ങളായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആരൊക്കെയായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ആ 7 അംഗങ്ങൾ? ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, N മാധവറാവു, TT കൃഷ്ണമാചാരി. അപ്പോൾ ആരൊക്കെയായിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ? ഡോക്ടർ BR അംബേദ്കർ ചെയർമാൻ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, N മാധവറാവു, TT കൃഷ്ണമാചാരി. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണെന്നുള്ളതായിരുന്നു ചോദ്യം. ഡോക്ടർ BR അംബേദ്കർ ശരിയാണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. തെറ്റ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത്. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ്. ശരിയാണ്. 1946 ഓഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു. തെറ്റ്. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു,
ഭക്ഷ്യോത്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിൽ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? നാലാമത്തെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ്. തേർഡ് 5 ഇയർ പ്ലാനിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് 1965. പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നായിരുന്നു ചോദ്യം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോത്പാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിൽ ഓപ്ഷൻ 4 ആണ് തെറ്റ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതലല്ല, മൂന്നാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൽ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. അപ്പോൾ ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് ഏതാണ്? നെല്ലാണ്. രണ്ടാമത് ഗോതമ്പ്, മൂന്നാമത് ചോളം, നാലാമത് പയർവർഗ്ഗങ്ങൾ. അപ്പോൾ ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് സ്ഥാനം ആദ്യം തന്നിരിക്കുന്നത് ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നാണ്. അത് നമ്മൾ ഉൽപ്പാദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമമായി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നെല്ലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത്. അത് കഴിഞ്ഞു ഗോതമ്പ്, മൂന്നാമത് ചോളം, നാലാമതാണ് പയർവർഗ്ഗങ്ങൾ. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിട്ടുണ്ട്. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും നൽകിയിട്ടുണ്ട്. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ തൊട്ടടുത്ത കോളത്തിൽ നിന്ന് നേരെ എടുത്തെഴുതുക അല്ലെങ്കിൽ ചേരുംപടി ചേർക്കുക എന്നുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ നേരെ കൊടുത്തിരിക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് തെറ്റാണ്. അടൽ ഇന്നൊവേഷൻ മിഷൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അടൽ ഇന്നൊവേഷൻ മിഷന്റെ ലക്ഷ്യം എന്തായിരുന്നു? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെഥനോൾ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. മെഥനോൾ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കാണ്. അത് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു മെഥനോൾ സമ്പദ്ഘടനയുടെ ലക്ഷ്യം. അടുത്തേതാണ്? സഹകരണ ഫെഡറലിസം. എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക എന്നാണ് ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. പല പല സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു സഹകരണ ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ സഹകരണ ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരുന്നു ശൂന്യ ക്യാമ്പയിൻ കൊണ്ട് അർത്ഥമാക്കിയത്. അപ്പോൾ ശൂന്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ സംരംഭവും ലക്ഷ്യവും ഒന്നുകൂടെ നോക്കാം. അടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെഥനോൾ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? എണ്ണ ഇറക്കുമതി ബിൽ കുറയ്ക്കുക.
സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഉണ്ട്. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1ഉം 2ഉമാണ്. രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ച വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഉണ്ടെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അധികാരം ഇല്ല. അപ്പോൾ രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ഇവിടെ കൊടുത്തിരിക്കുന്ന അടുത്ത ഓപ്ഷനാണ് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമുണ്ട്. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഉണ്ടെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. രാജ്യസഭയിൽ അങ്ങനെ പ്രത്യേക അധികാരം രാഷ്ട്രപതിക്ക് ഇല്ല. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുക, ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇതിലെ ഉത്തരം ഏതാണ്? പ്രസ്താവനകൾ 2ഉം 3ഉം ശരിയാണ്. പ്രസ്താവനകൾ 1ഉം 4ഉം ശരിയല്ല. അപ്പോൾ 1ഉം 4ഉം നമുക്കൊന്ന് നോക്കാം. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ചു വിദേശ സഹായം പരമാവധി കുറയ്ക്കുക, അത് തെറ്റാണ്. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക, ഇത് 2ാം പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശീയ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക എന്നുള്ളതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതുമായിരുന്നു 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്ന പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു ആണ് 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം കൊണ്ടുവന്നത്. നരസിംഹറാവു. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതെന്നുള്ളതാണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ചെയർമാൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു, മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു, മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ ഏറ്റവും പ്രായോഗിക പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. ഇതിൽ 1ഉം 2ഉം 4ഉം ശരിയാണ്, മൂന്നാമത്തത് തെറ്റാണ്. മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു എന്നുള്ളത് തെറ്റാണ്.
ഒന്നെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമോ ആയിട്ടുള്ള അംഗങ്ങളാണ് എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവനകൾ ഏതൊക്കെയായിരുന്നു? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മുൻ സുപ്രീം കോടതി ജഡ്ജിമാരോ അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അംഗങ്ങളായി വരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫിഷ്യോ അംഗങ്ങളായി വരുന്നു. അത് തെറ്റാണ്. മുൻ സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേരാണ് എക്സ് ഒഫിഷ്യോ അംഗങ്ങളായിട്ട് വരുന്നത്. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗികവും പരിചയവുമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നുണ്ട്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വൈഡായിട്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ നിന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ വളരെ മനസ്സിരുത്തി വിശദമായി തന്നെ പഠിക്കുക. അടുത്ത ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം മൻസുഖ് മാണ്ഡവ്യയാണ്. ഓപ്ഷൻ ബി ഒന്ന് നോക്കാം. ശ്രീ ജി കിഷൻ റെഡ്ഡി, അദ്ദേഹം മിനിസ്റ്റർ ഓഫ് ടൂറിസം, കൾച്ചറൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യയാണ്. ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ ആരായിരുന്നു? എക്സ് മിനിസ്റ്റർ ആയിരുന്നു. ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് മിനിസ്റ്റേഴ്സ് ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. പിന്നെ അടുത്തതാരാണ്? ശ്രീ ഭൂപേന്ദ്ര യാദവ്, മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. മൻസുഖ് മാണ്ഡവ്യയാണ് ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ശ്രീ ജി കിഷൻ റെഡ്ഡി ആരാണ്? മിനിസ്റ്റർ ഓഫ് ടൂറിസം മിനിസ്റ്റർ ആണ്. അതുകൂടാതെ തന്നെ കൾച്ചറൽ ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ ചുമതലയും ശ്രീ ജി കിഷൻ റെഡ്ഡിക്കാണ്. അപ്പോൾ എന്തിൻ്റെയൊക്കെയാണ്? മിനിസ്റ്റർ ഓഫ് ടൂറിസം, കൾച്ചറൽ ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ഓഫ് ഇന്ത്യ. അപ്പോൾ ഡോക്ടർ മഹേന്ദ്രനാഥ് പാണ്ഡെ ആരാണ്? എക്സ് മിനിസ്റ്റർ ആയിരുന്നു, മുൻ മന്ത്രിയായിരുന്നു. മിനിസ്റ്റർ ഓഫ് എന്താണ്? ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് മിനിസ്റ്റർ ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ്. ശ്രീ ഭൂപേന്ദ്ര യാദവ്, മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പോഴത്തെ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആരാണ്? ശ്രീ ഭൂപേന്ദർ യാദവ് ആണ് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആരാണ്? ശ്രീ ഭൂപേന്ദർ യാദവ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ്, 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? 15ാമത്തെ പ്രസിഡന്റാണ് ശ്രീ ദ്രൗപദി മുർമു. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ്. 2015 മുതൽ 2021 വരെ അവർ ജാർഖണ്ഡിൻ്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2015 മുതൽ 2021 വരെ ശ്രീമതി ദ്രൗപദി മുർമു ജാർഖണ്ഡിൻ്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം ബി ആണ്. 1ഉം 3ഉമാണ് ശരി. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതെന്നാണ് ചോദ്യം. 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ്, 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഓപ്ഷൻ. ഇതിൽ ശരിയായ ഓപ്ഷനുകൾ ഏതൊക്കെയാണ്? 1, ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റാണ് ശ്രീമതി ദ്രൗപദി മുർമു. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി ശ്രീമതി ദ്രൗപദി മുർമു സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിലെ ശരി.
അപ്പോൾ ഒരു തവണ കൂടെ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതെന്നുള്ളതാണ്. നമുക്ക് ശരിയായ പ്രസ്താവന മാത്രം പറയാം. ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണറായി ശ്രീമതി ദ്രൗപദി മുർമു സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം 1ഉം 3ഉം. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 1989 62ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു. ഇതിൽ ഉത്തരം ഡി 1ഉം 3ഉമാണ് ശരി. ഏതൊക്കെയാണ്? സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നത്. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അപ്പോൾ എത്രാം ഭേദഗതിയിലൂടെയാണ്? 61ാം ഭേദഗതിയിലൂടെ. എത്രയിൽ നിന്ന് എത്രയിലേക്കാണ്? 21 നിന്നും 18 കുറച്ചു. 1989 61ാം ഭേദഗതി നിലവിൽ വന്നത്. അപ്പോൾ സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അപ്പോൾ വകുപ്പ് 331 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 331 ഭരണഘടനാ രൂപീകരണ സമയത്ത് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് സംവരണം നൽകി. ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് സംവരണം നൽകിയ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 331. ഇന്ത്യൻ ഭരണഘടനയുടെ 62ാം ഭേദഗതി ഔദ്യോഗികമായി ഭരണഘടനാ ആക്ട് 89 എന്ന് അറിയപ്പെടുന്നു. പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സീറ്റ് സംവരണവും ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യവും നീട്ടി. അപ്പോൾ 62ാം ഭേദഗതി എന്താണ്? ഭരണഘടനാ ആക്ട് 1989 എന്നറിയപ്പെടുന്നു. പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള സീറ്റ് സംവരണവും ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യവും നീട്ടി. അപ്പോൾ സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം 1ഉം 3ഉമാണ്. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരുവനന്തപുരം ജില്ലയിൽ നടന്ന LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസറും അനുബന്ധ വിവരങ്ങളും എന്ന വീഡിയോയുടെ 1ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. 2ാം പാർട്ടുമായി ഉടൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.